ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അസി. പ്രധാനമായി ഇന്ന് ചെയ്യാൻ വിചാരിച്ച വീഡിയോസ് എന്താന്ന് വെച്ചാല് പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബർമാർക്കുള്ള കുറച്ച് ടിപ്സ് പറയാനുണ്ട്. ഇപ്പം പറഞ്ഞുതരും, കേട്ടോളി. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഒരുപാട് കമന്റ് വരുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാനും നിങ്ങളെല്ലാവരും നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കലുണ്ട്, കമന്റ് രേഖപ്പെടുത്തലുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോന്റെ താഴത്ത് വന്നിട്ട് ഒന്നിച്ച് മുന്നേറാം, ആരൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് നമ്മൾ അയക്കലില്ലേ. പക്ഷെ അങ്ങനത്തെ മെസ്സേജുകളൊക്കെ നമ്മളുടെ ചാനൽ നഷ്ടപ്പെടാൻ അത് മാത്രം മതി. മൊത്തത്തിൽ ഒഴിവാക്കും യൂട്യൂബ്. അതിന് നിൽക്കരുത്. ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയണം, അതിന് നിൽക്കരുത്. എത്ര നല്ല മെസ്സേജുകൾ അയക്കാനുണ്ട്, അതുപോലത്തെ നല്ല കമന്റുകൾ അയക്കി. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളെ യൂട്യൂബ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിന് നല്ല കണ്ടന്റ് ഇട്ടു, അത് റീച്ചായി തുടങ്ങുമ്പോഴത്തിന് നമ്മൾ ഇതേപോലത്തെ ഓരോരുത്തർക്ക് സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? പിന്നീട് നമുക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റൂല. പിന്നെ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്തിട്ട് ഞങ്ങളോട് പറയാണ്, അങ്ങനത്തെ മെസ്സേജ് അയക്കരുത്. നല്ല മെസ്സേജ് അയച്ചോളി, ഒരു കുഴപ്പമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അത് ഒരിക്കലും ചെയ്യരുത്. അതിന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണണം. അപ്പൊ ഫുള്ളായിട്ട് പറയും. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എന്റെ യൂട്യൂബ് ചാനലില് ഞാൻ ഒരുപാട് വീഡിയോസ് പുതിയ യൂട്യൂബർമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ എല്ലാവരും അത് പോയി കണ്ടിട്ട് അതിന്റെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് തീർച്ചയായിട്ടും മറക്കല്ലേ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഞാൻ പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിന്നെ അറിയിക്കണം. ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. വൈറ്റി സ്റ്റുഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. നമ്മൾ ഇടുന്ന വീഡിയോസ് റീച്ച് ആകുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എങ്ങനെ റീച്ച് ആകാം എന്ന് യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വൈറ്റി സ്റ്റുഡിയോയിൽ. അതുപോലെ നമ്മൾ വീഡിയോസ് ചെയ്താൽ തീർച്ചയായിട്ടും 100% നമുക്ക് റീച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. വൈറ്റി സ്റ്റുഡിയോയിലാണ് അത് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫുള്ളായിട്ട് കാണണം. അതുപോലെ ചെയ്ത് നോക്കി ഇങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അനലൈറ്റിക്സ് എന്ന് പറഞ്ഞ സാധനമില്ലേ, പണ്ടാരക്ക് തൊള്ളേര് വരില്ല, അതാണ് സംഭവം. അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ട്രെൻഡ് എന്ന് കാണാം. ആ ട്രെൻഡ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണിക്കുന്നത് നമ്മളവിടെ റീസെന്റ് വീഡിയോസ് കാണിക്കും. ആ റീസെന്റ് വീഡിയോസ് നമ്മൾ ചെയ്യണ ഏത് വീഡിയോസ് ആണോ നമ്മൾ ചെയ്യണത് ആ ചെയ്യണതിനെ പറ്റിയിട്ട്, ഞാൻ ടെക് വീഡിയോസ് ആണ് അധികം ചെയ്യണത്, അത് കാരണമാണ് എനിക്ക് ടെക് വീഡിയോസിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ കാണിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന എങ്ങനത്തെ വീഡിയോസ് ചെയ്താലാണ് നമുക്ക് വൈറൽ ആകാൻ പറ്റുക എന്നുള്ളത് ഇതിൽ കാണിക്കും. അപ്പൊ അടിയിൽ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എല്ലാതും എങ്ങനെയാണ് ചെയ്യലെന്ന്. പിന്നെ നമുക്ക് അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടോപ്പ് സെർച്ച് എന്ന് കാണാമല്ലോ. ആ ടോപ്പ് സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഈ ടോപ്പ് സെർച്ചിൽ അധികം വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ട് നമ്മളെ കാണുന്ന വീഡിയോസാണ്. നമ്മൾ ഏതെല്ലാം വീഡിയോസ് ആണോ ചെയ്യണത് ആ വീഡിയോസിനനുസരിച്ചുള്ള സെർച്ചേക്കാരം ഇതിൽ ഫുള്ളായിട്ട് വരിക. ഞാൻ ഇതിന് മുമ്പ് കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. യൂട്യൂബ് വീഡിയോനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് വീഡിയോനെ പറ്റി ചെയ്തതിന്റെ വീഡിയോസും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കും കാണിക്കുന്നുണ്ട്. അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെ പറഞ്ഞിട്ടും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് വീഡിയോസ് ആണോ ചെയ്യേണ്ടത് ഇതേപോലെ വൈറ്റി സ്റ്റുഡിയോയിൽ ട്രെൻഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഏതാണോ വീഡിയോസ് ചെയ്യേണ്ടത്. ആ വീഡിയോസ് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസിന് റീച്ച് കിട്ടാം. അപ്പോൾ അത് യൂട്യൂബ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്ത് റീച്ച് കിട്ടാൻ പറ്റുമോ നോക്കുക. ഇപ്പോൾ വലിയ യൂട്യൂബർമാർക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഏത് വീഡിയോ ഇട്ടാലും റീച്ച് ആയിട്ട് കയറും. കാരണം അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വ്യൂസ് ഉണ്ട്. പക്ഷെ ഞാനടക്കം വരുന്ന പുതിയ യൂട്യൂബർമാർക്ക്, കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആകെ 1.5 മാസമായിട്ടുള്ളൂ.
അത്യാവശ്യം റീച്ച് ഉണ്ട്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി റെഡി ആക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ച് ഉണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ പറയണ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഇമ്പ്രൂവ്മെന്റിന്റെ വിഷയം ഭയങ്കര ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. അതന്നെ വലിയൊരു കിട്ടല. അപ്പൊ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ തന്ന കാര്യങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് അറിയാലോ. നമ്മൾ എന്തായാലും യൂട്യൂബിൽ റീച്ച് കിട്ടണില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസിന് റീച്ച് കിട്ടും. പരമാവധി എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. കമന്റ് തീർച്ചയായിട്ടും ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ വണക്കം.